കഴിഞ്ഞ ഒരു 6 മാസത്തോളമായി ഞങ്ങൾ ഞങ്ങളുടെ ഫാമിന്റെ പുറകിലാണ്. ഞങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഹെൽത്തി ആൻഡ് ഓർഗാനിക് പ്രോഡക്റ്റുകളിലേക്ക് എത്തിക്കുക എന്നതാണ്. അതിനായി ഞങ്ങൾ ആദ്യത്തെ പ്രോഡക്റ്റായി തിരഞ്ഞെടുത്തത് ഫ്രഷ് മഷ്റൂംസ് ആണ്. കൂണിന്റെ ആവശ്യകതയും ലഭ്യതക്കുറവും മനസ്സിലാക്കിയാണ് കൂൺ ആദ്യത്തെ പ്രോഡക്റ്റായി ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിന്റെ പണി തുടങ്ങി. ഫാമിന്റെ പണി തീർക്കാൻ ഞങ്ങൾ നേരിട്ട പ്രധാന പ്രശ്നം വർക്കേഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഫാം ചെയ്യുന്നതോടൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബ്രാൻഡിങ്ങും മാർക്കറ്റിംഗും ഫോക്കസ്ഡായി. ഞങ്ങൾക്ക് ആദ്യം വേണ്ടത് നല്ല യൂണീക്ക് നെയിമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ബ്രെയിൻസ്ടോം ചെയ്തതിനു ശേഷം നല്ല യൂണീക്ക് നെയിം കണ്ടെത്തി. അതാണ് വൈറ്റ് ഫുഡ്സ്. വൈറ്റ് ഫുഡ്സിന്റെ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും എടുത്തു. പിന്നെ വേണ്ടത് ഞങ്ങൾക്ക് ഫുഡ് ലൈസൻസ് ആൻഡ് ലീഗൽ മെട്രോളജി ലൈസൻസ് ആണ്. അതും ഞങ്ങൾ ഈ സമയത്തിനുള്ളിൽ സെറ്റാക്കി. സോ ഇപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളുമായി. പിന്നെയുള്ള ചാലഞ്ച് മഷ്റൂം പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ്. കൂൺ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതിന്റെ കൃഷിയായാലും മറ്റു കാര്യങ്ങളിലായാലും ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ച് മനസ്സിലാക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്തു. മഷ്റൂം ബാഗിൽ വിത്തിട്ട് ഫാമിൽ 20 തൊട്ട് 30 ദിവസം വെച്ച് കാത്തിരുന്നാലാണ് കൂൺ ഹാർവെസ്റ്റ് ചെയ്യാനാവുക. അതിനിടയിൽ ഞങ്ങൾ ഞങ്ങളുടെ പാക്കേജിംഗ് ആൻഡ് ലേബൽ എല്ലാം സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആദ്യത്തെ ഹാർവെസ്റ്റ് എത്തിത്തുടങ്ങി. കൂൺ ഞങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് ആദ്യം റിലേറ്റീവ്സിനൊക്കെ ഓരോ കോംപ്ലിമെന്ററി പാക്കുകൾ നൽകി ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ പ്രോഡക്റ്റ് ലോഞ്ച് ആരംഭിച്ചു. ആൻഡ് ദെൻ ഞങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ആൻഡ് സൂപ്പർ മാർക്കറ്റിംഗ് എത്തിച്ചു തുടങ്ങി. വൈറ്റ് ഫുഡ് സ്റ്റാർട്ടഡ് വിത്ത് മഷ്റൂംസ്. കൂടുതൽ നല്ല ഓർഗാനിക് ആൻഡ് ഹെൽത്തി പ്രോഡക്റ്റ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ തുടക്കത്തിന്റെ കഥ. സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഫോളോ ആൻഡ് സപ്പോർട്ട് അസ്.